പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഈ മഴക്കാലമാണല്ലോ, മഴയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കറിക്കാനും എന്തെങ്കിലുമൊക്കെ കറുമുറ് കടിക്കാനൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്കും തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് കലക്കുക ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുക്കുക കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് മൈദ എടുക്കാം. 1 ഗ്ലാസ് മൈദ വേണ്ടെങ്കിൽ 1/2 ഗ്ലാസ് എടുത്താലും മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട്, ബേക്കിംഗ് സോഡയൊന്നും എടുക്കണില്ല, ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം റവ ഉണ്ടല്ലോ, റവ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിലിട്ട് വെക്കാൻ വേണമെങ്കിൽ പച്ചവെള്ളത്തിലിട്ട്, ഞാൻ പച്ചവെള്ളത്തിൽ വെച്ചാണ്. ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളം കുത്ത് പോലെ വരും. അതാണ് മുൻകൂട്ടി ഇട്ടത്. ഇനി അടുത്തായിട്ട് നാളികേരം കൊത്തി വറുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തെടുക്കാം. മൊരിഞ്ഞ് വരട്ടെ. ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്ക് 4 മണിക്ക് ചായക്ക് ഒരു 3 ദിവസം അതിപ്പോഴെങ്കിൽ അത് കഴിയും. അപ്പോൾ അതുവരെ നമുക്ക് ടെൻഷനില്ല, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിള്ളേരും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരില്ല, അവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് എള്ളിട്ട് കൊടുത്താണ് കേട്ടോ. 1 ടീസ്പൂൺ എള്ളിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ 2 കട്ടയാണ് മാറ്റി വെക്കേണ്ടത്. പക്ഷെ അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് എവിടെയെങ്കിലും ഒന്നിരുന്ന് പിന്നെ അങ്ങനെ ഇരുന്ന് പോവും. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പഴമായിരുന്നു, പാളയംകോടൻ പഴം. അപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എടുക്കാം, ഇത് വലുതാണ് കേട്ടോ. അപ്പോൾ 1 എടുത്തിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു ഉണ്ണിയപ്പമാണല്ലോ, 1 മതി. ഇതിലേക്ക് ഒരു 5-6 ഏലക്കായ, അങ്ങനെ തന്നെയാണ് ഇട്ടതിട്ട്. വേണമെങ്കിൽ ആദ്യം തന്നെ ഏലക്കായ പൊടിച്ചിട്ട് പഴം ചേർത്താലും മതിയായിരുന്നു. പിന്നെയാണ് കേട്ടോ ആലോചിച്ചത്, ബുദ്ധി പിന്നെ വന്നത്. ലേശം ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഓർമ്മ വരും, അയ്യോ അത് അങ്ങനെ ചെയ്യായിരുന്നു, ഇതിങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. ഇനി ശർക്കര അത് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം, ആ ഉരുക്കിയതേ. പിന്നെ 2 കട്ടയായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇരിക്കുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കാമല്ലോ. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇടണത്. പെട്ടെന്ന് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. എന്നാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ, അപ്പോഴേക്കും അത് കറക്റ്റായി. ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാണ്, നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം അടിക്കണം. അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കേണ്ടതാണല്ലോ, അപ്പോൾ നല്ലോണം അടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മൈദ റവ എടുത്തുണ്ടാക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ഇത്തിരി കൂട്ടിയെന്നുള്ളൂ കേട്ടോ. ഒക്കെ മൈദയിൽ തന്നെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ പിന്നീട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അപ്പം തന്നെ ഉണ്ടാക്കണതാണല്ലോ, അതിന് പെട്ടെന്ന് നല്ലോണം അടിച്ചെടുത്ത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുക്കാം, ഉണ്ടാക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. നെയ്യിലാണ് കേട്ടോ നമ്മളത് വറുത്തത്, നാളികേരക്കൊത്ത് നെയ്യിലാണ് വറുത്തത്. ഇനി ഒരു 3 ദിവസത്തേക്ക് നമ്മൾ ചായക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നും കുട്ടികളൊക്കെ അന്വേഷിച്ച് വരും. ഇതിങ്ങനെ ആവുമ്പോൾ നമുക്ക് ചായക്കൊക്കെ പലഹാരമായില്ലോ. പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല സ്വാദായിരുന്നു കഴിക്കാനായിട്ട്. കുറച്ച് ഒഴിച്ചെടുക്കട്ടെ. വെള്ളം നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ച് വെള്ളം പോരാൻ തോന്നുമ്പോൾ വേണമെങ്കിൽ ഇത്തിരിയോളം വെള്ളം കൂട്ടാം. എനിക്കതിന് തോന്നിയില്ല കേട്ടോ, ഞാനൊക്കെ ഒഴിച്ചു ഉണ്ടാക്കി. പിന്നെ ഡിസൈനൊക്കെ കുറച്ച് ഭംഗി കുറവൊക്കെ ഉണ്ട്, അതിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ പുറത്തേക്ക് തള്ളി വരുമല്ലോ. പക്ഷെ ടേസ്റ്റ് രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കണ്ടോ. വേറെ മോഡലൊക്കെ ആയിരുന്നു കണ്ടോ ഉണ്ണിയപ്പം വന്നേക്കണേ. അതെന്താണ് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ കണ്ടോ കാണാനൊക്കെ ഭംഗിയുണ്ട്.
അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.